നമസ്കാരം സുഹൃത്തുക്കളെ, 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് ഡെൽറ്റ ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ, സ്റ്റാർ സ്റ്റാർ, സ്റ്റാർ ഡെൽറ്റ എന്നീ 3 ഫേസ് ഓപ്പറേഷനുകൾ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ സാധ്യമാകും. വ്യത്യസ്ത തരം പ്രൈമറി ആൻഡ് സെക്കൻഡറി കണക്ഷൻസ് ഉള്ള 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ ഒരു 3 ഫേസ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. ഓരോ തരത്തിലുള്ള കണക്ഷനിലും പ്രൈമറി സെക്കൻഡറി ലൈൻ വോൾട്ടേജുകൾ അളക്കുക. ലൈൻ വോൾട്ടേജ് റേഷ്യോ നിർണ്ണയിച്ച് തിയററ്റിക്കൽ റേഷ്യോ വാല്യൂവുമായി താരതമ്യം ചെയ്യുക. നമുക്ക് ട്രാൻസ്ഫോമറുകളിലെ സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകൾ ചർച്ച ചെയ്യാം. 3 ഫേസ് വോൾട്ടേജുകളിൽ ഗണ്യമായ അളവിൽ വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിന് വിവിധ രീതികൾ ലഭ്യമാണ്. ഒരു 3 ഫേസ് സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ 3 ട്രാൻസ്ഫോമറുകളുടെ ഗ്രൂപ്പിന്റെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകൾ ബന്ധിപ്പിക്കുന്നതിന് സാധ്യമായ 4 വഴികളുണ്ട്. നമുക്ക് ഈ എക്സസൈസിന് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും ശേഖരിക്കാം. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്, voltmeter moving iron 0 to 500 volts, voltmeter moving iron 0 to 300 volts, single phase steps down transformer 1 kVA, ironclad triple pole switch, high rupturing capacity fuses, multimeter, battery, voltmeter moving coil type 0 to 15 volts, push button switch. 3 ട്രാൻസ്ഫോമറുകളിലും വോൾട്ടേജ് റേഷ്യോ ടെസ്റ്റ് നടത്തുക. യഥാക്രമം A1 മില്ലി ആംസ്, A2 ആംസിലും കണക്ട് ചെയ്ത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി സൈഡുകളുടെ കറണ്ട് അളക്കുക. ഫോർമുല ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കണ്ടെത്തുക. 3 ട്രാൻസ്ഫോമറുകളിലും പൊളാരിറ്റി ടെസ്റ്റിനായി പരിശോധിക്കുക. ഒരു പുഷ് ബട്ടൺ സ്വിച്ച് വഴി HT സൈഡിൽ 12 വോൾട്ട് DC സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററിയും LD സൈഡിൽ 0 മുതൽ 15 വോൾട്ട് വരെയുള്ള മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്ററിലൂടെയും ബന്ധിപ്പിക്കുക. പുഷ് ബട്ടൺ സ്വിച്ച് അമർത്തുക. LT സൈഡിലുള്ള വോൾട്ട് മീറ്റർ പോയിന്റിന്റെ വ്യതിചലനം നിരീക്ഷിക്കുക. പോയിന്റർ ഇടത് ദിശയിലേക്ക് തിരിയുകയാണെങ്കിൽ LT ടെർമിനലുകളിലേക്കുള്ള വോൾട്ട് മീറ്റർ കണക്ഷനുകൾ മാറ്റുകയും LT ടെർമിനലുകളിൽ ചെയ്ത മാർക്കിംഗ് മാറ്റുകയും ചെയ്യുക. ഇപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് ഒരിക്കൽ കൂടി അമർത്തി വോൾട്ട് മീറ്റർ ശരിയായ ദിശയിലേക്ക് കറങ്ങുന്നത് നിരീക്ഷിക്കുക. U, V ആൻഡ് W എന്നീ അക്ഷരങ്ങളാൽ ട്രാൻസ്ഫോമറുകൾ തിരിച്ചറിയുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമർ യുവിന്റെ പ്രൈമറി വശവും സെക്കൻഡറി വശവും യഥാക്രമം U1ഉം U2ഉം, ട്രാൻസ്ഫോമർ വിയുടേത് V1ഉം V2ഉം, ട്രാൻസ്ഫോമർ Wവിന്റേത് W1ഉം W2ഉം ആയിരിക്കട്ടെ. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ ട്രാൻസ്ഫോമറിന്റെയും പ്രൈമറി സെക്കൻഡറി വശങ്ങളുടെ ആരംഭവും അവസാനവുമുള്ള ടെർമിനലുകൾക്ക് പേര് നൽകുക. അതായത് പ്രൈമറി വൈൻഡിംഗ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഥാക്രമം 1.1, 1.2 സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ ആരംഭവും അവസാനവും ടെർമിനലുകൾ യഥാക്രമം 2.1, 2.2 എന്നിങ്ങനെയാണ്. സ്റ്റാർ സ്റ്റാർ കണക്ഷനിൽ കണക്ട് ചെയ്യുന്നതിന് പ്രൈമറി വൈൻഡിങ്ങിന്റെ സമാനമായ ഏതെങ്കിലും 3 അഗ്രങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ട്രാൻസ്ഫോമർ യുവിന്റെ 1.2, ട്രാൻസ്ഫോമർ വിയുടെ 1.2, ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.2 എന്നിവ ഒരുമിച്ച് കണക്ട് ചെയ്ത് സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജംഗ്ഷൻ 1N എന്ന് സൂചിപ്പിക്കുന്ന ന്യൂട്രൽ ആയി അടയാളപ്പെടുത്തുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമർ യുവിന്റെ 1.1 ടെർമിനലുകൾ ഇൻപുട്ട് സപ്ലൈ L1ലേക്കും, ട്രാൻസ്ഫോമർ വിയുടെ 1.1 ടെർമിനലുകൾ L2വിലേക്കും മുതൽ വരെയുള്ള ടെർമിനലുകളും ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.1 ടെർമിനലുകൾ L3യിലേക്കും ബന്ധിപ്പിക്കുക. സെക്കൻഡറി വൈൻഡിങ്ങിന്റെ സമാനമായ ഏതെങ്കിലും 3 അഗ്രങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമർ യുവിന്റെ 2.2, ട്രാൻസ്ഫോമർ വിയുടെ 2.2, ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.2 എന്നിവ ഒരുമിച്ച് കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജംഗ്ഷൻ 2N ആയി അടയാളപ്പെടുത്തും. 1U, 1V എന്നിവയ്ക്കിടയിലുള്ള പ്രൈമറിയിലെ ലൈൻ വോൾട്ടേജ് അളക്കുവാൻ 0 to 500 വോൾട്ട്സ് റേഞ്ചിലുള്ള V1 സെക്കൻഡറിയിലെ 2U, 2V എന്നിവയ്ക്കിടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കുവാൻ 0 to 300 വോൾട്ട്സ് റേഞ്ചിലുള്ള V2 എന്നീ മൂവിംഗ് അയൺ വോൾട്ട് മീറ്ററുകൾ കണക്ട് ചെയ്യുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് സ്റ്റാർ സ്റ്റാർ കണക്ഷന് കീഴിലുള്ള ടാബുലർ കോളത്തിൽ പ്രൈമറി ലൈൻ വോൾട്ടേജും സെക്കൻഡറി ലൈൻ വോൾട്ടേജും രേഖപ്പെടുത്തുക. സെക്കൻഡറി ലൈൻ വോൾട്ടേജിന്റെയും പ്രൈമറി ലൈൻ വോൾട്ടേജിന്റെയും റേഷ്യോ കണക്കാക്കുക. വാല്യൂവിനെ തിയററ്റിക്കൽ വാല്യൂവുമായി താരതമ്യം ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ K is equal to V2 divided by V1. സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ കണക്ട് ചെയ്യാൻ പ്രൈമറി വൈൻഡിങ്ങിന്റെ സമാനമായ ഏതെങ്കിലും 3 അഗ്രങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ട്രാൻസ്ഫോമർ യുവിന്റെ 1.2, ട്രാൻസ്ഫോമർ
വിയുടെ 1.2, ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.2 എന്നിവ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജംഗ്ഷൻ 1N ന്യൂട്രൽ ആയി അടയാളപ്പെടുത്തും. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമർ യുവിന്റെ 1.1 ടെർമിനലുകൾ ഇൻപുട്ട് സപ്ലൈ L1ലേക്കും ട്രാൻസ്ഫോമർ വിയുടെ 1.1 ടെർമിനലുകൾ L2ലേക്കും മുതൽ വരെയുള്ള ടെർമിനലുകളും ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.1 ടെർമിനലുകൾ L3ലേക്കും ബന്ധിപ്പിക്കുക. സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ സമാനമല്ലാത്ത ടെർമിനലുകൾ കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമർ യുവിന്റെ 2.1 ടെർമിനൽ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.2മായി കണക്ട് ചെയ്ത് 2U എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ യുവിന്റെ 2.2 ടെർമിനൽ ട്രാൻസ്ഫോമർ വിയുടെ 2.1മായി കണക്ട് ചെയ്ത് 2V ആയി അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ വിയുടെ 2.2 ടെർമിനൽ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.1മായി കണക്ട് ചെയ്ത് 2W എന്ന് അടയാളപ്പെടുത്തുക. 1U 1V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 500 വോൾട്ട് വരെയുള്ള V1 വോൾട്ട് മീറ്റർ, 2U 2V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള V2 വോൾട്ട് മീറ്റർ എന്നിവ യഥാക്രമം കണക്ട് ചെയ്യുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് സ്റ്റാർ ഡെൽറ്റ കണക്ഷനു കീഴിലുള്ള ടാബുലർ കോളത്തിൽ പ്രൈമറി ലൈൻ വോൾട്ടേജും സെക്കൻഡറി ലൈൻ വോൾട്ടേജും രേഖപ്പെടുത്തുക. സെക്കൻഡറി ലൈൻ വോൾട്ടേജിന്റെയും പ്രൈമറി ലൈൻ വോൾട്ടേജിന്റെയും റേഷ്യോ കണക്കാക്കുക. വാല്യൂവിനെ തിയറട്ടിക്കൽ വാല്യൂവുമായി താരതമ്യം ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ K = V2/V1. ഡെൽറ്റ കണക്ഷനിൽ കണക്ട് ചെയ്യുവാൻ പ്രൈമറി വൈൻഡിങ്ങുകളുടെ സമാനമല്ലാത്ത ടെർമിനലുകൾ കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 1.1നെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.2യുമായി കണക്ട് ചെയ്ത് 1U എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 1.2നെ ട്രാൻസ്ഫോമർ വിയുടെ 1.1യുമായി കണക്ട് ചെയ്ത് 1V എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ വിയുടെ ടെർമിനൽ 1.2നെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.1യുമായി കണക്ട് ചെയ്ത് 1W എന്ന് അടയാളപ്പെടുത്തുക. സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ സമാനമല്ലാത്ത ടെർമിനലുകൾ കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 2.1നെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.2യുമായി കണക്ട് ചെയ്ത് 2U എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 2.2വിനെ ട്രാൻസ്ഫോമർ വിയുടെ 2.1യുമായി കണക്ട് ചെയ്ത് 2V എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ വിയുടെ ടെർമിനൽ 2.2വിനെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.1യുമായി കണക്ട് ചെയ്ത് 2W എന്ന് അടയാളപ്പെടുത്തുക. 1V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 500 വോൾട്ട് വരെയുള്ള V1 വോൾട്ട് മീറ്റർ, 2U 2V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള V2 വോൾട്ട് മീറ്റർ എന്നിവ കണക്ട് ചെയ്യുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് ഡെൽറ്റ കണക്ഷനു കീഴിലുള്ള ടാബുലർ കോളത്തിൽ പ്രൈമറി ലൈൻ വോൾട്ടേജും സെക്കൻഡറി ലൈൻ വോൾട്ടേജും രേഖപ്പെടുത്തുക. സെക്കൻഡറി ലൈൻ വോൾട്ടേജിന്റെയും പ്രൈമറി ലൈൻ വോൾട്ടേജിന്റെയും റേഷ്യോ കണക്കാക്കുക. മൂല്യങ്ങളെ തിയറട്ടിക്കൽ മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ K = V2/V1. ഡെൽറ്റ സ്റ്റാർ കണക്ഷനിൽ കണക്ട് ചെയ്യുവാൻ പ്രൈമറി വൈൻഡിങ്ങുകളുടെ സമാനമല്ലാത്ത ടെർമിനലുകൾ കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 1.1നെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.2യുമായി കണക്ട് ചെയ്ത് 1U എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ യുവിന്റെ ടെർമിനൽ 1.2നെ ട്രാൻസ്ഫോമർ വിയുടെ 1.1യുമായി കണക്ട് ചെയ്ത് 1V എന്ന് അടയാളപ്പെടുത്തുക. ട്രാൻസ്ഫോമർ വിയുടെ ടെർമിനൽ 1.2വിനെ ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 1.1യുമായി കണക്ട് ചെയ്ത് 1W എന്ന് അടയാളപ്പെടുത്തുക. സമാനമായ ഏതെങ്കിലും 3 അഗ്രങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യുക. അതായത് ട്രാൻസ്ഫോമർ യുവിന്റെ 2.2, ട്രാൻസ്ഫോമർ വിയുടെ 2.2, ട്രാൻസ്ഫോമർ ഡബ്ല്യുവിന്റെ 2.2 എന്നിവ ഒരുമിച്ച് കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജംഗ്ഷനെ 2N ആയി അടയാളപ്പെടുത്തുക. 1U 1V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 500 വോൾട്ട് വരെയുള്ള V1 വോൾട്ട് മീറ്റർ, 2U 2V എന്നിവയ്ക്ക് പാരലലായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള V2 വോൾട്ട് മീറ്റർ എന്നിവ കണക്ട് ചെയ്യുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് ഡെൽറ്റ സ്റ്റാർ കണക്ഷന് കീഴിലുള്ള ടാബുലർ കോളത്തിൽ പ്രൈമറി ലൈൻ വോൾട്ടേജും സെക്കൻഡറി ലൈൻ വോൾട്ടേജും രേഖപ്പെടുത്തുക. സെക്കൻഡറി ലൈൻ വോൾട്ടേജിന്റെയും പ്രൈമറി ലൈൻ വോൾട്ടേജിന്റെയും റേഷ്യോ കണക്കാക്കുക. മൂല്യങ്ങളെ തിയറട്ടിക്കൽ മൂല്യവുമായി താരതമ്യം ചെയ്യുക. ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ K = V2/V1. 6 സെക്കൻഡറി ടെർമിനൽസോട് കൂടിയ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ലഭ്യമാണെങ്കിൽ ഇനി പറയുന്ന ടെർമിനൽ മാർക്കിങ്ങുകളോടെ മുകളിലുള്ള ടാസ്കുകളിൽ നൽകിയിരിക്കുന്ന അതേ നടപടിക്രമം പിന്തുടരും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്ത തരം പ്രൈമറി ആൻഡ് സെക്കൻഡറി കണക്ഷൻസ് ഉള്ള 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ ഒരു 3 ഫേസ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. ഓരോ തരത്തിലുള്ള കണക്ഷനിലും പ്രൈമറി സെക്കൻഡറി ലൈൻ വോൾട്ടേജുകൾ അളക്കുക. ലൈൻ വോൾട്ടേജ് റേഷ്യോ നിർണ്ണയിച്ച് തിയറട്ടിക്കൽ റേഷ്യോ മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുക.
3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് ഡെൽറ്റ ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ, സ്റ്റാർ സ്റ്റാർ, സ്റ്റാർ ഡെൽറ്റ എന്നീ 3 ഫേസ് ഓപ്പറേഷനുകൾ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.